ഡാ കോപ്പ് ഡാ അവള് നോക്കുന്നത് നിന്നെയാണോ അത് എന്നെയാണോ? ആര്? ഡാ അവള്. അത് നീ ടെൻഷൻ അടിക്കണ്ട, എന്നെയാടാ. Squad falling! Squad Southern! 21 കേരള ബറ്റാലിയന്റെ 2 ദിവസത്തെ ക്യാമ്പ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. आप लोग तैयारी करो. Yes, sir. അവനെന്ത് ദുരന്തമാടാ. ആര്? നിന്റെ ഫ്രണ്ട്. അതെന്തേ? ആ ഒന്നുമല്ല. എന്നാടാ? ആരാണ് ആദ്യം കണ്ടത്? ഇവരാണ് സാർ. മീഡിയ? നോ സർ. ഫോറൻസിക്സ് ടീം എത്തിയിട്ടുണ്ട്. ആരാണ് ഹെഡ് ചെയ്യുന്നത്? റഹ്മാൻ സാറാണ്. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? നോ സാർ, ബോഡി പകുതിയിലധികവും ഡീകമ്പോസ്ഡ് ആണ്. ആരാന്നോട് മനസ്സിലായോ? മിണ്ടായിരിക്കണം, പോലീസ് കേൾക്കും. ഒരാൾ മരിച്ച് പ്രകൃതിയോട് ചേരുന്ന സമയം മുതലാണ് ആ ബോഡി ഡീകമ്പോസ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. ആ സമയം മണിയനീച്ചകൾ അതിൽ മുട്ടയിടും. ഏകദേശം 24 മണിക്കൂറുകൾ കൊണ്ട് ആ മുട്ട വിരിഞ്ഞ് പുഴുക്കളായിത്തീരും. ഈ ബോഡിയിൽ നിന്ന് കിട്ടിയത് 3 ദിവസം പ്രായമുള്ള പുഴുക്കളാണ്. സോ ഈ ബോഡിക്ക് 4 ദിവസത്തെ പഴക്കമുണ്ട്.
അപ്പം മാഡം പറയുന്നത് 20th നവംബറിനാണ് മരണം നടന്നതെന്ന്. യെസ് ബിജോയ്. ഏതായാലും ലളിതയുടെ ഫൈൻഡിങ്സ് കറക്റ്റാണ്. ഇതിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. എന്തായാലും പണി അറിയാവുന്നതും ചെയ്ത പണിയാണ്. ജുഗുലാർ വെയിനിൽ ഒരു നീഡിൽ മാർക്കുണ്ട്. തനിക്ക് സിറിഞ്ചിൻ്റെ ലാബ് റിസൾട്ട് കിട്ടിയോ? കിട്ടി സർ. അതിൽ സൈനൈഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പോയ്സണിങ് തന്നെ. ഏതായാലും ഞാൻ ഓർഗൻസിൽ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ലാബിലേക്ക് അയക്കാം. അതിൻ്റെ റിസൾട്ട് വരാൻ വൈകുമോ സർ? ലെറ്റ് സി, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രൊസീഡ് ചെയ്തോട്ടെ? പിന്നെ താൻ ധൈര്യമായി പ്രൊസീഡ് ചെയ്തോ. സർ, കില്ലറിലേക്ക് ലീഡ് ചെയ്യുന്ന ബയോളജിക്കൽ എവിഡൻസ് ഒന്നും സീനിൽ നിന്ന് കിട്ടിയിട്ടില്ല. ബട്ട് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്. വിക്ടിമിൻ്റെ നഖത്തിൻ്റെ അടിയിൽ നിന്ന് കണ്ടെടുത്ത മൺതരികളും സ്പോട്ടിൽ ലഭിച്ച മൺതരികളും മാച്ചാണ്. So I strongly affirm that the victim was murdered in that place itself. And we have one more trace of evidence. 9 ഇഞ്ച് നീളമുള്ള ഒരു ഷൂ പ്രിന്റ്. ഈ സോൾ മാർക്ക് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്ന് ഇമ്മീഡിയറ്റായി ഫൈൻഡ് ചെയ്യണം. സർ. Sit. മാഡം, ഈ മരിച്ച ഫാബിയൻ ജോൺ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അയാളുടെ ഫോൺ പരിശോധിച്ച് നോക്കിയതിൽ നിന്നും November 20th വരെ അയാൾ ഇടുക്കിയിലായിരുന്നു. ആൻഡ് ആസ് പെർ എക്സ്പേർട്സ് ഒപ്പീനിയൻ കൊല നടന്നത് അന്നേ ദിവസം തന്നെയാണ്. So, what next? യെസ് മാം, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ലേറ്റസ്റ്റ് മോഡൽ പ്രിൻ്റാണ്. മാഡം പറയുന്ന 20th മുമ്പായി കേരളത്തിൽ ചുരുക്കം പേഴ്സ് മാത്രമേ സെയിലായിട്ടുള്ളൂ അല്ലേ? അതെ മാഡം. ആക്ച്വലി ഈ മോഡൽ ഇറങ്ങിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. വാട്ട് അബൌട്ട് ദ ഓൺലൈൻ സെയിൽ? ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല മാഡം. ഓക്കെ, എനിക്ക് ഈ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. കൊടുത്തേക്ക് സാർ. സാർ, ഫാബിയനെ ഇവിടെ ആർക്കും വലിയ പരിചയമില്ല. ആൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറില്ലെന്ന് അറിഞ്ഞത്. ആ ഷൂ സെയിലിൻ്റെ ഫോളോ അപ്പ് എന്തായി? ആ ലിസ്റ്റിൽ സംശയമുള്ളതായിട്ട് ആരെയും തോന്നിയിട്ടില്ല. സർ, യെസ്. പുളിയമ്മല ചെക്ക് പോസ്റ്റിലെ വാർഡൻ എത്തിയിട്ടുണ്ട്. ഓ, വരാം. സർ, അന്ന് വെളുപ്പാങ്കാലത്ത് ഒരു വണ്ടി വന്നായിരുന്നു സാറേ. അതൊരു വെള്ള പോലത്തെ കാറാ. ആ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നോ? ഇല്ല. അതെന്താ താൻ നോട്ട് ചെയ്യാത്തത്? അങ്ങനെ വണ്ടികളൊന്നും വരാറില്ല സാറേ. വല്ലപ്പോഴൊന്നും വന്നെങ്കിലായി. ഈ വണ്ടി പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ എന്താ കാരണം? അത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു. പെട്ടെന്നൊരു ഒച്ച കേട്ട് നോക്കിയപ്പോൾ അയാൾ ചെക്ക് പോസ്റ്റും പൊക്കി കാറെടുത്ത് പോകുന്നത് കണ്ടേ. ഒരു മിനിറ്റ്. ആ, പറയൂ. സോറി സാർ, അന്ന് തന്ന ലിസ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്കോ? കോട്ടയത്തെ ഒരു സെയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി. അയാളുടെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ, പിന്നെ സാറേ, അയാളൊരു പോലീസുകാരനായിരുന്നു. സാറേ, അയാളൊരു പോലീസുകാരനായിരുന്നു. എല്ലാ എവിഡൻസും അയാൾക്കെതിരാണ് മാഡം.
കോട്ടയത്തെ ഷോറൂമിൽ നിന്നും ഷൂ വാങ്ങിയത് അയാൾ തന്നെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അയാളുടെ കാർ അന്നേ ദിവസം ഹൈ റേഞ്ച് കയറിയതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. പുളിയമ്മല ചെക്ക് പോസ്റ്റ് വാർഡൻ്റെ മൊഴിയും അയാൾക്കെതിരാണ് മാഡം. Take him. സാറേ, എൻ്റെ കൊച്ചിനെ കാണാനില്ല സാറേ. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? എന്താ വിളിച്ച സാറേ, എൻ്റെ കൊച്ചിനെ കാണാനില്ല സാറേ. എവിടെ വെച്ച്? എവിടെ? എടശ്ശേരി കോളേജിന് അടുത്താ സാറേ. സാറേ, നല്ല വാറ്റ് കേന്ദ്രം. അവിടെയാണോ താമസിക്കുന്നത്? അല്ല. പിന്നെ കൊച്ചിനെയും കൊണ്ടാണോ വെള്ളം അടിക്കാൻ പോകുന്നത്? അല്ല, സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാ സാറ്. ഈ മിസ്സായ സ്ഥലമെങ്കിലും കറക്റ്റായിട്ട് ഓർമ്മയുണ്ടോ? അറിയാം. സുമേഷേ, വണ്ടി എടുക്ക. നീ കുഞ്ഞിന് എത്ര പ്രായമുണ്ട്? 14 കഴിഞ്ഞു സാറേ. 14 കഴിഞ്ഞു. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? അവൾക്ക് ഓട്ടിസത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ യൂട്യൂബിൽ പാട്ട് കാണുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫോണ് അവളുടെ കൈ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറിയത്. നിന്റെ ഫോൺ നമ്പർ പറഞ്ഞോ? 894338.
എന്തായി സാറേ? താൻ മോളെ എവിടെ നിർത്തിയിരുന്നു പറഞ്ഞു? ഇവിടെയാ സാർ ഞാൻ എൻ്റെ മോളാക്കിയത്. സാർ ഇവിടെ തന്നെയുണ്ട് സാർ. സി ടൈപ്പ് ലൊക്കേഷനാണ് കിട്ടിയത്. 500 മീറ്റർ പരിധിക്കുള്ളിലാണെന്നാ പറഞ്ഞേ. സാർ ഇത്ര ഏരിയ ഉള്ള സ്ഥിതിക്ക് എങ്ങനെയാ? തൻ്റെ ഗൂഗിളിൻ്റെ പാസ്വേഡ് പറഞ്ഞു. റേച്ചൽ എൻ്റെ മകളുടെ പേര് തന്നെ സാറേ. എന്താ സാറേ? അത് ഞാനിവിടെ ഇല്ല സാറേ. വേറെ ആരാളെ? ഇവിടെ ആരുമില്ല സാറേ. അതെന്റെ ഫോണാ സാറേ. ഇങ്ങോട്ട് വാടി. നടക്കോട്ടെ. എവിടാ കൊച്ചെ? ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വാടി. അയ്യോ ഇങ്ങോട്ട് നടക്കും. മോളെ 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 ഒന്ന് അടി നടക്കും. അങ്ങോട്ട് മോളെ മോളെ. മോളെ ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. പ്ലീസ്. എന്താ മാം? ഇത് സെബിൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഇവിടെ വെച്ചിട്ടാണെന്ന് കരുതിയിട്ട് അത്ര നിസ്സാരമായിട്ട് എടുക്കില്ലേട്ടാ. ഇത് പുറത്ത് വെച്ചാണ് സംഭവിക്കണമെങ്കിൽ എന്താണ് അതിന്റെ കോൺസിക്വൻസസ് എന്ന് സാറിന് അറിയാലോ അല്ലേ? ഇവൻ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തലവേദന തന്നെയായിരിക്കും. സാറേ ഈ സ്റ്റേഷൻ മാത്രമല്ല, ഇടയ്ക്ക് വീടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നായിരിക്കും. See, Mr. Peter, we are having a second thought about letting Sebin continue here. സോറി മാഡം. സംഭവത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു ആദ്യത്തെ വീഴ്ചയെന്ന് കരുതി അവന് മാപ്പ് കൊടുത്തൂടെ? ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വരവുണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. Sebin, go to your class. താങ്ക് യു മാഡം. പപ്പ, എനിക്കറിയില്ല പപ്പ. ഞാനല്ല അമ്മച്ചി. പപ്പ എന്നോടൊന്നും മിണ്ടുന്നില്ല. എനിക്കറിയില്ല അത്
അതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നേന്ന്. സാരമില്ലടാ, മോനുറയിക്കോ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ച സ്ത്രീ അറസ്റ്റിൽ. ചേച്ചി ചേച്ചി എന്താടാ ചേച്ചി ഈ മാസം ഞാൻ 9 നൈറ്റ് കയറി കേട്ടോ. അതിന് അല്ല അതിന് എന്നൊരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് ഇരുന്നോ. നിന്റെ സൗകര്യത്തോടെ ഡ്യൂട്ടി എഴുതിക്കോ, ഞാൻ മാറിത്തരാം. ചേച്ചി ഇരുന്നോ. അല്ലടാ, ഇരിയടാ. ചേച്ചി ഇരുന്നോ. ചായ കുടിക്ക്. നല്ല ചൂടാ. ആ നല്ല ചൂടാ ചായ. ചായ ഇല്ല, ലീവും ഇല്ല. P30 കൺട്രോൾ. കൺട്രോൾ P30 ആൻസറിംഗ്. P30 നോട്ട് ചെയ്യാം. 7 മൈലിന് അടുത്തുള്ള കുരിശുപള്ളി റോഡിൽ മാത്യു എന്നയാളുടെ വീട്ടിൽ 174 നടന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. SHO ലൊക്കേഷൻ എത്താനായിട്ട് അറിയിക്കുക. കൂടാതെ വിവരം കൺട്രോളിലേക്ക് അറിയിക്കുക. സാറേ, ഇതുവഴിയാ സാറേ, ഇതിലെ. സർ, മാത്യു എന്നാണ് സാറേ ഇയാളുടെ പേര്. ഇയാൾക്കൊരു കൊച്ചേ ഉള്ളു. ഇവിടുത്തെ മാർ തോമസ് സ്കൂളിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടെ നിന്ന് പുറയിലൂടെ നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാ. പിള്ള സാറിന് അറിയാം. പിള്ള സാറേ നമസ്കാരം. ഇവിടെ ആരൊക്കെ ഉള്ളത്? ഇവിടെ മാത്യുവും ലിനിയും അവരുടെ മോള് ടീനയും. ഈ ലിനി നമ്മുടെ പാലസ് സൊസൈറ്റിയിലെ സെക്രട്ടറിയാ. ഇന്ന് നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം വരികയില്ലെന്ന് പറഞ്ഞായിരുന്നു. അല്ല സാറേ, ഇവർക്ക് 5-6 പശുക്കളുണ്ടേ. ഈ പശുക്കളെ നോക്കാനായിട്ട് ഒരു ബംഗാളി പയ്യൻ ഈ ഔട്ട് ഹൗസിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ ബിനിമോളെ, നീ ഔട്ട് ഹൗസ് നോക്കിയേ. അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടെ.
പിള്ളേച്ച വണ്ടിക്കകത്ത് മൊബൈലും കൊടുത്ത. അല്ല സാർ, സാർ സാർ അത് അവിടെ പോയി സാർ. സാർ വേണ്ട സാർ, ക്രൈം സീനാണ് സാർ. എന്താണ് അവനും പോയി. അമ്മച്ചിയാണ് സാർ. മോൻ ഇതുവരെ എത്തിയിട്ടില്ല. അവൻ എന്നോടൊപ്പം ഉണ്ട്, ഞാൻ കൊണ്ടുവരാം. Thank you, ma'am. Yes, Kishore. What is your plan of action? Prime suspect ഒരു ബൽവീന്ദ്രൻ മാം. അവൻ അബ്സ്കോണ്ടിങ് ആണ്. Within 48 hours, I want a breakthrough. Sure, ma'am. മിസ്റ്റർ സുകുമാരപിള്ളയ്ക്ക് ഈ കേസുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഹീൽ അസിസ്റ്റ് യു. Okay, ma'am. സാർ, അവൻ അന്ന് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയതാ സാർ. അവൻ്റെ ഫോട്ടോ എല്ലാം കിട്ടിയായിരുന്നു പിള്ളേച്ച? ഞങ്ങൾ മുഴുവൻ തപ്പി, അവൻ എല്ലാം എടുത്തോണ്ടാ. ഓക്കെ. ഏത് സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മ അവൻ ഉപയോഗിച്ചിരുന്നത്? അത് സർ, കണക്ഷൻ അവൻ്റെ പേരിൽ തന്നെയാണ് സാർ. CIF-ഉം ID പ്രൂഫും അതിലുണ്ട്. ഇത് എന്നെടുത്ത സിമ്മ സാർ? ഇത് 2016. മോനൻ എപ്പോഴാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്? രാവിലെ എന്ന് അമ്മച്ചി പറഞ്ഞത്. ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്ന അമ്മച്ചി തന്നെ. എനിക്ക്
മോൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നായിരുന്നു. ആ കിട്ടിയായിരുന്നു. മോനെ മാത്രമാണ് ശ്വാസം മുട്ടിച്ച്. എന്നാ ശരി. ശരി സാർ. ഈ സീൻ ഓഫ് ക്രൈമിൽ എന്നെ ആകർഷിച്ചത് ഇതാണ്. ഉയരം കൂടുന്തോറും വീഴുന്ന ഓരോ ഡ്രോപ്പിനു ചുറ്റും ഇതുപോലത്തെ റെയിലൈറ്റ് പാറ്റേൺസ് കാണാം. ഈ ഡ്രോപ്പുകൾ ഒരു 60-70 സെന്റിമീറ്റർ ഉയരത്തിൽ നിന്നാണ് വീണിരിക്കുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ കൈപ്പത്തിയിൽ നിന്ന് തറയിലേക്കുള്ള ദൂരം. ഇതും ക്രൈമുമായിട്ടുള്ള ബന്ധം? ചിലപ്പോഴൊക്കെ ക്രൈമിന്റെ ഇടയ്ക്ക് ആയുധം വഴുതി കുറ്റവാളിയുടെ കൈക്ക് തന്നെ മുറിവ് പറ്റാം. ദാറ്റ് മീൻസ് ഇവിടെ പ്രതിയുടെ കൈക്ക് മുറിവേറ്റിട്ടുണ്ട് അല്ലേ മാം? യെസ് കിഷോർ, ദാറ്റ് ഇസ് എ പോസിബിലിറ്റി. അത് അയാളുടെ വലത് കൈയിലായിരുന്നു സർ സ്റ്റിച്ച് ഇട്ടത്. നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ അയാളെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്? അതെ സർ, ഞാൻ അന്ന് ഡ്യൂട്ടി ഡോക്ടറിൻ്റെ കൂടെ റൗണ്ട്സിന് പോയി തിരിച്ചു വന്നപ്പോഴേക്കും അയാൾ മിസ്സിംഗ് ആയിരുന്നു. ഇയാളാണെന്ന് ഉറപ്പാണോ? അതെ സർ. ഒന്നിറന്ന് പ്ലേ ചെയ്തേ. ഒന്ന് പോസ് ചെയ്തേ. റിവൈൻഡ്. പോസ്. സൂം ചെയ്തേ. സർ, ഇവനെ നിനക്കറിയോ? ഇത് സ്റ്റീഫൻ, എൻ്റെ പെണ്ണുമ്പിള്ള വീടിൻ്റെ അടുത്ത സാറേ. അതെ ഒരു കിലോ തന്നേരെ. അല്ല അയ്യോ സാറേ, എന്നാടാ ശിവ, കയ്യിൽ മുറി ഉണങ്ങിയില്ലേ? തുന്നലെടുത്തില്ല സാറേ. എന്നാ വാ നമുക്ക് പോവാം. സാറേ, പിള്ളേർക്കൊരു ഇച്ചിരി ഇറച്ചി മേടിച്ചു കൊടുത്തിട്ട്. എടാ ബസൂറേ, അന്ന് 5 കൂടി ഇറച്ചി ഇച്ചിരി കൂടുതലുണ്ട് ചോദിച്ചേ. എന്റെ പിള്ളേർക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക, നല്ല പിള്ളേർക്ക് ഇഷ്ടം. എന്നാ തന്നെ കൊടുക്കുക. എന്നാ ചാച്ചൻ പോയിച്ചും വാ. കൈ താങ്ങി. കൈയല്ല വേന സാറേ. വണ്ടിയില്ല സാറേ. ബൽവീന്ദ്രൻ ഞാൻ ഒരുമിച്ച് പെയിന്റിന്റെ പണിക്ക് പോയിട്ടുണ്ട് സാറേ. നിനക്കപ്പോൾ എന്നതാ പണി? ഇപ്പം ചെത്ത്. എന്നതാ? കള്ളി എത്തുന്ന പരിപാടിയില്ലേ? ഇതാരോട് പ്ലാൻ ചെയ്ത്? അവനാ സാറേ. മോട്ടിക്കാന്ന് പറഞ്ഞാൽ കൂടെ കൂട്ടി കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. കയ്യിൽ നിന്ന് പോയപ്പോൾ അങ്ങനെ പറ്റിപ്പോയാ സാറേ. എന്നിട്ട് അവനിപ്പോൾ എവിടെ ഉണ്ടാ? അവനവൻ്റെ വീതം കൊണ്ട് പോയി സാറേ. അവനെ കിട്ടിയായിരുന്നോ സാറേ? സോറി പീറ്റർ, എങ്ങനെ പറയണ്ടെന്നറിയില്ല. പിന്നെ അന്നത്തെ മോൻ്റെ സ്കൂളിലെ ആ ഇഷ്യൂ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. 12th പഠിക്കുന്ന 2 ബോയ്സ് ആയിരുന്നു അതിൻ്റെ പിന്നിൽ.
സെബിൻ്റെ ബാഗിൽ ഹാൻഡ് സെക്കിനെ ഞങ്ങൾ കണ്ടതാ. അവരെ പേടിച്ചിട്ട് അങ്ങളെ ഞങ്ങളൊന്നും പറയാതിരുന്നേ. അച്ഛാ, അച്ഛാ. സാറേ അകത്തോട്ടിരിക്കാം. വേണ്ട. ഡി ചായ എടുക്ക. വേണ്ട. ആ ബംഗാളിയുടെ വല്ല വിവരവും? അവൻ ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല സാർ. നമ്മുടെ ഒരു ടീം മുസാഫിർ നഗറിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സാറ് അമ്മച്ചിക്കിപ്പോ ആ അങ്ങനെ പോകുന്നു. വിഷമമുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അമ്മച്ചിയുടെ പെറ്റായിരുന്നില്ലേ അവൻ. മേരി പോയതിൻ്റെ ഒരു കുറവും അമ്മച്ചി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. നല്ല വിഷമമുണ്ട്. എനിക്കന്ന് വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു പീറ്റർ. പക്ഷേ പെട്ടെന്ന് IG-യുടെ ഒരു കോൺഫറൻസ് വന്നു. അതാ വരാൻ പറ്റാതിരുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്നെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? പീറ്റർ, അവരത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പീറ്റർ. അല്ല, അവർ വിശ്വാസമല്ലാഞ്ഞിട്ടല്ല. അതിന് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വേറൊന്നുമല്ല മാഡം, എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. ഐ ആം സോറി പീറ്റർ, എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. Have it. പീറ്ററിൻ്റെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. ബട്ട് ഒഫീഷ്യലി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പീറ്റർ. താൻ വേണമെങ്കിൽ ഒരു പാരലൽ എൻക്വയറി നടത്തിക്കോളൂ. കേസ് ഫയലിൻ്റെ കോപ്പി സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്തു. താങ്ക് യു മാഡം. സർ, സാറ് SP കണ്ടായിരുന്നു അല്ലേ? ആ ഫയലിംഗ് എടുത്തേ.
സുമേഷ് സർ. ഒരു ചായ. സർ. സർ. സെബിനും പിള്ളേച്ചനും നല്ല കൂട്ടായിരുന്നല്ലേ? സാറേ, സാറിന് അവന് വലിയ ഇഷ്ടമായിരുന്നു. അവൻ എപ്പോഴും പറയുമായിരുന്നു വലുതാവുമ്പോൾ സാറിനെ പോലെ ഒരു പോലീസ് ആവണമെന്ന്. സത്യമായിട്ടും അത് അവൻ്റെ പണിയാണ് സാറേ. ഇപ്പം അവൻ്റെ രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ ജയിലിലുമായി. എൻ്റെ കുടുംബം പിള്ളേരും എങ്ങനെ ജീവിക്കുന്നതൊന്നും ആർക്കും അറിയണ്ടല്ലോ. എന്നേലും ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകും സാറേ. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒപ്പിട്ട് വാങ്ങിച്ചേക്ക്. സർ. ഒപ്പിട്. എന്താ പീറ്റർ? ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തിരക്കില്ല, പിന്നെ വിളിപ്പിക്കാം.
യെസ് പീറ്റർ. മാഡം, ഇത് സെബിനും ടീനയും അക്യൂസ്ഡായ ബൽവീന്ദ്രൻ ചേർന്ന് കഴിഞ്ഞ 1 മാസത്തിനു മുമ്പ് എടുത്ത ടിക്ടോക്ക് വീഡിയോ ആണിത്. ഞാൻ സ്റ്റീഫനെ കാണാൻ ജയിലിൽ പോയിരുന്നു. സി മാഡം, ഇത് ഇൻക്വസ്റ്റ് ടൈമിൽ എടുത്ത മാത്യുവിൻ്റെ ഫോട്ടോസാണ്. ഇതിൽ മാത്യുവിൻ്റെ കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയ ശേഷമാണ് ക്രൈം നടത്തിയിരിക്കുന്നത്. സാധാരണ റൈറ്റ് ഹാൻഡേഴ്സ് എന്തെങ്കിലും കെട്ടുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസിലായിരിക്കും കെട്ടുക. പക്ഷെ മാഡം, ഇതിലെ കെട്ടുകളെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. ആ ബംഗാളിയുടെ ബോഡി കിട്ടിയായിരുന്നല്ലോ സാറേ. ഞാൻ തന്നെ സാറേ അവനെ തീർത്ത്. മോട്ടിച്ച മോര് പങ്കുവയ്ക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. പിന്നെ നീ എന്തിനാ അവനെ മാത്രം കുഴിച്ചിട്ടു? അതുകൊണ്ട് സാറന്മാർക്ക് മുസാഫർമാർക്കൊന്നും ചിറ്റി അടിച്ച് കാണാൻ പറ്റിയില്ലേ? സാറ് തന്നെ സാറേ. ടൈലിൻ്റെ പണിയൊക്കെ നല്ല വശമുണ്ടല്ലേ? കുറച്ചാൾ അതിൻ്റെ പരിപാടിയായിരുന്നു സാറേ. പിന്നെ കവലയിൽ തട്ടുകടയിൽ നടത്തിയായിരുന്നു. ഇവൻ്റെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്തേക്കും. ശരി സാർ. ആ ഇരിക്കെ സാർ. ആ സ്റ്റീഫൻ്റെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുമോ? സ്റ്റീഫൻ്റെ സെല്ലിൽ എത്ര പേരുണ്ട് സാറേ? സർക്കാർ കണക്ക് പ്രകാരം 2 പേരാ. ഇന്നലെ 8 ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല സാറേ. എന്ത് കുഴപ്പം? കോടതിയിൽ നിന്ന് വിടുന്നതല്ലേ? അതെ. ലത്തീഫ് സാറേ, ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. കാണാട്ടോ. ആ വിട്ടോ വിട്ടോ. അതെ, എന്നെ രാവിലെ 5 മണിക്ക് ഇട്ടേക്കണം, അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. എന്താ സാറേ? സാറേ അത് അവിടെ നോക്കി. എന്ത് സാറേ പ്രശ്നം? നീ എന്നാടാ ലത്തീഫെ കല്യാണം കഴിച്ചേ? 1 മാസമായി സാറേ രജിസ്റ്റർ കഴിഞ്ഞിട്ട്. ആണോ? എന്നാ ഒരു ചായ എടുക്ക്. പാലില്ല സാറേ. കട്ടനായാലും മതി. ഇതിലും മണ്ണെണ്ണ ഇല്ലല്ലോ. എന്നാ ഈ സ്റ്റവ് കത്തിക്ക്. അത് കേറാൻ സാറേ, അത് കത്തില്ല സാറേ. അത് കത്തും സാറേ. എനിക്കൊന്നും അറിയില്ല സാറേ. മിണ്ടായിരടാ. എന്റെ പൊന്നു സാറേ, ഇത് സ്റ്റീഫൻ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമാണ്. അവൻ നിനക്ക് വല്ലതും തന്നായിരുന്നു? ഇല്ല സാറേ. ആണോ? അതോ നീ ഇതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വരിയോ? ഇല്ല സാറേ. അല്ല സാർമാർക്ക് ഇതെങ്ങനെ മനസ്സിലായി? നീ ഇത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ അവളോട് പറഞ്ഞു. കഴിഞ്ഞു സാറേ.
വരണുണ്ട് മാറണം. 4 ദിവസമായിട്ട് തന്നെ ഉറക്കിയിട്ടില്ല ഇയാള്. ഇതത്തെ കേസ് മറ്റേ ലത്തീഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച പൈസയുടെ കേസില്ലടാ. ഓ ആ പുള്ളി ഇവിടെ ഉണ്ട്, നോക്കിയിട്ട് വരാം. എന്തായാലും ആ എല്ലാം ഓക്കെ ആയിരുന്നു സാറേ. ആ കിട്ടിയോ? ഇല്ല. എൻ്റെ പോലും സാറേ, ഇതൊന്നും ഒരു കേസുമായിട്ട് മാച്ച് ആകുന്നില്ല. നീ എല്ലാ കേസും നോക്കിയായിരുന്നു? നോക്കി സാറേ. ഡിസ്ട്രിക്റ്റ് തിരിച്ച് സെർച്ച് ചെയ്തോ? കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നോക്കി. ഡോ ആ സാറേ, താൻ ആ JSL ഡാറ്റ നോക്കിയായിരുന്നു? ജുവനൈലിൻ്റെ അത് നോക്കണോ സാറേ? പതിനഞ്ചാം വയസ്സിൽ ഒരുത്തനെ കൊന്ന കുറ്റത്തിന് വന്നതാണ് സാറേ ജോണി. വന്ന സമയത്തൊക്കെ ആൾ വളരെ സൈലൻ്റ് ആയിരുന്നു. പിന്നെ അവൻ്റെ ഹൃദയത്തിന് എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ വന്ന് 1 വർഷത്തിനുള്ളിൽ അന്നത്തെ വാർഡനെ കുത്തി ഇവിടുന്ന് ചാടിയതാ. പിന്നീട് അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? അന്വേഷണമൊക്കെ ഉണ്ടായി സാറേ, അവനെ കിട്ടിയില്ല. പിന്നെ കുത്തുകൊണ്ടവനും ഒരു ചോവില്ലാത്തവനായിരുന്നു. ഈ കേസ് നമ്മളിട്ട് കുഴപ്പിക്കുകയാണല്ലോ സാറേ. അവൻ നമ്മുടെ കൺമുന്നിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് പിള്ളേച്ച. മറ്റൊരു പേര്, മറ്റൊരു ഐഡന്റിറ്റി. ഞാൻ വിളിക്കും. ശരി. പിള്ളേ സാറോട് ഏൽപ്പിക്കാൻ പറഞ്ഞു സാറേ, ഇതൊന്ന് ഒപ്പിട്ട് തരും. അകത്തേക്ക് വെക്കണം സാറേ. വേണ്ട സാർ. ചായ. പിള്ളച്ച, ടീനയും എൻ്റെ മോനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. പക്ഷേ ടീനയുടെ ഫ്യൂണറലിന് വന്ന ഈ കുട്ടികൾ മാത്രം എൻ്റെ മോനെ കാണാൻ വന്നിട്ടില്ല.
ശരിയാണ് സർ. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മാത്യൂസും കുടുംബവും ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു. 5 വർഷം മുമ്പാണ് ലിനിയും മാത്യൂസും ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ടീനമോളോട് അവർക്കൊരു പ്രത്യേക വാത്സല്യമായിരുന്നു. ഒരു ദിവസം 2 പേരും കൂടെ എൻ്റെ ഓഫീസിലേക്ക് വന്നു. സിസ്റ്ററെ, ഞങ്ങൾക്ക് ടീനമോളെ അഡോപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന അവർക്ക് കുട്ടിയെ ദത്ത് നൽകാനായി ഞങ്ങളുടെ നിയമം അനുവദിച്ചിരുന്നില്ല സർ. അവർ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നു. ടീനമോളുടെ പേരിൽ വാങ്ങിച്ച വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരവും അവളുടെ പേരിലിട്ട ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ രേഖകളുമായിട്ട്. ശരി മദർ. സോറി സർ, റിപ്പോർട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി മെയിൽ ചെയ്യാം. താങ്ക് യു സർ. ഗുഡ് ഡേ. റീഡ് ഇറ്റ്. മാത്യുവിൻ്റെ റിലേറ്റീവ്സ് കോടതിയിൽ ഫയൽ ചെയ്ത റിട്ടാ. കേസിൻ്റെ അന്വേഷണത്തിന് പുരോഗതി ഇല്ല എന്ന് പറഞ്ഞ്. ഞാനിതിനൊക്കെ ആൻസറബിൾ ആണ് പീറ്റർ. കമോൺ, ബ്രീഫ് മീ ദ പ്രോഗ്രസ്. മാഡം, ഇത് 2014 മാർച്ച് 26 കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് 5 കോടി രൂപ വിലയുള്ള ഡയമണ്ട് കസ്റ്റംസ് പിടിച്ചെടുത്തതിൻ്റെ ന്യൂസാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കേസിൻ്റെ പ്രധാന പ്രതി ഉബൈദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മാഡം, അതേ വർഷം തന്നെ ഏപ്രിൽ 24 കസ്റ്റംസിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ മരണപ്പെട്ട മാത്യുവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത ഡയമണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂവും കസ്റ്റംസ് കൊടുത്ത ഇനാം മണിയും വെച്ച് നോക്കുമ്പോൾ ഒറ്റുകാരൻ മാത്യു തന്നെയാണ്. 5 വർഷം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ഒറ്റുകാരനോടുള്ള പകയായിരിക്കാം ഈ കേസിൻ്റെ മോട്ടീവ്. Where is ഉബൈദ്? ഉബൈദ് കഴിഞ്ഞ 6 മാസത്തിനു മുമ്പ് റിലീസായിരുന്നു. ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് മാഡം. ഗുഡ് വർക്ക് പീറ്റർ. റാപ്പ് ഇറ്റ് അപ്പ് ഫാസ്റ്റ്. താങ്ക് യു മാഡം. സർ, ഞാനത് അന്വേഷിച്ചിരുന്നു സർ. പക്ഷേ ആക്സിഡന്റ് ആയിരുന്നു സർ. ബൈക്കിൽ ലോറി വന്നിരിക്കുമായിരുന്നു. സ്പോട്ടിൽ തന്നെ ആള് മരിച്ചു സർ.
നീ വന്നിട്ട് കുറേ നേരമായോ? ആ അമ്മച്ചി ഇവിടെ പോയതാ? ഞാൻ പള്ളിയിൽ പോയതാ. ഇന്ന് മോൻ്റെ ജന്മദിവസമല്ലേ. സാറേ, സാറേ, ഈ ജോണി തന്നെ ആയിരിക്കും ഉപയോഗിച്ചത്. ജോണി എന്ന ജുവനൈൽ ഹോമിൽ നിന്ന് ചാടിയത് അത് 97. ഈ ഉബൈദ് മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 27. അതായിരിക്കില്ല. പിള്ളച്ച, കുറച്ച് കഞ്ചാവ് പിടിക്കാൻ പറ്റുമോ? അതെ, എങ്ങോട്ടാ ചേട്ടാ? ആ പോത്താനേക്കാട്. എന്നാ ഏട്ടാ? എന്നാ? ഒന്നുമില്ലടാ, ഞങ്ങളത് അപ്പുറത്ത് ഇറങ്ങിക്കോളാം. ഇതൊക്കെ എന്നാണ് സാർ ഇവിടെ ലീഗിലാക്കുന്നത്? എത്ര കിലോ ഉണ്ട്? 5 കിലോ. സമ്മതിച്ചോ? ഇല്ല സാർ. ആ, ഇവൻ്റെ കുറ്റസമ്മതം വഴി ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കും. ക്രൈം നമ്പർ 1048/2019 നമ്പർ കേസിലെ 1-ാം പ്രതിയായ മഹേഷ് എന്ന ഞാൻ ചോദ്യം ചെയ്തതിൽ പറഞ്ഞത്. ഞാനും ഇടുക്കി ജില്ലയിലെ കാളിയാർ എന്ന സ്ഥലത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് സ്റ്റീഫനും ചേർന്ന്. സ്റ്റീഫനോ? സാറേ, ആരേ സ്റ്റീഫൻ? കഴിഞ്ഞ മാസം പരിചയപ്പെടുത്തടാ. ആദ്യത്തെ ആഴ്ചയിൽ ഏതോ ഒരു ദിവസം തമിഴ്നാട്ടിലുള്ള സേലം എന്ന സ്ഥലത്തെത്തി. സേലോ? കൊണ്ടുപോവാം. അവിടുന്ന് മുരുകൻ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് 10 കിലോ കഞ്ചാവ് വാങ്ങി തിരിച്ച് ട്രെയിനിലൂടെ നാട്ടിലെത്തി. അവിടുന്ന് കഞ്ചാവ് വീതിച്ചെടുത്തു. ഇതിലൊന്നും വിട്ടുപോകരുത്. പിന്നെ സ്റ്റീഫനെ പ്രതിപട്ടികയിൽ ചേർത്ത് പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ കൊടുക്കും. ശരി സാർ. ആ, ശരി. എന്തെങ്കിലും ഇവിടെ വിളിക്കണേ സാർ. എന്നാ മച്ചി, മരുന്നൊന്നും സമയത്ത് കഴിക്കാറില്ലേ? എല്ലാം കൊച്ചായിരുന്നു ഡോക്ടറെ നോക്കിയിരുന്നത്. ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. പേടിക്കാനൊന്നുമില്ല, ഷുഗറൊന്നും ലോ ആയതാ. സാറേ, ആ സാറെന്താ ഇവിടെ? അമ്മച്ചി ഇവിടെ കിടക്കുന്നു. എന്തു പറ്റി സാറേ? ഇല്ല, ഷുഗറിൻ്റെ ചെറിയൊരു വേരിയേഷൻ. ആ, ഞാനൊരു ഓട്ടം വന്നതാ. ഇവിടെ അടുത്ത എൻ്റെ വീട്. മോൾ എപ്പോഴും സാറിനെ കുറിച്ച് പറയും.
കള്ളുകൂടിയൊക്കെ ഉണ്ടോ ഇപ്പം? ഞാനിപ്പോൾ കള്ള് കുടിക്കാറില്ല സാറേ. ജനിച്ചപ്പോഴേ വയ്യാത്ത കൊച്ചായിരുന്നു എൻ്റെ മോള്. അവളോട് എല്ലാവർക്കും സഹതാപമാണ്, അതവൾക്ക് ദേഷ്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുടി തുടങ്ങിയത്. പിന്നെ കുടി കൂടിയപ്പോഴാണ് എൻ്റെ കെട്ടിയോൾ എന്നെ ഇട്ടേച്ച് പോയത്. അന്ന് സാറുള്ളത് കൊണ്ടാണ് എനിക്കെൻ്റെ മോളെയും കെട്ടിയോളെയും തിരിച്ചു കിട്ടിയത്. സർ, സ്റ്റീഫനെതിരായ കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്തു. കൂട്ടുപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മറ്റൊരാളെ പ്രതിയാക്കാൻ പറ്റില്ല. സ്റ്റീഫനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നമ്മുടെ പ്ലാൻ ഇനി നടക്കില്ലല്ലേ സാർ? ഹെവൻ കൂട്ടക്കൊല കേസിൻ്റെ കുറ്റപത്രമാണ് മാഡം. സ്റ്റീഫൻ തന്നെയാണോ പ്രതി? അതെ മാഡം. ആർ യു ഷ്യൂർ? എൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ തെറ്റായിരുന്നു. സ്റ്റീഫൻ തന്നെയാണ് പ്രതി. കവർച്ചയായിരുന്നു മോട്ടീവ്. മാഡം, കുറച്ച് ദിവസത്തെ ലീവ് വേണമായിരുന്നു. അമ്മച്ചിക്ക് തീരെ സുഖമില്ല. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. താങ്ക് യു മാഡം. പീറ്റർ, പാടൂ. കേറ്. ഇരിക്കടോ. വൈഫ് ഇവിടെ ഇല്ല, ഞാൻ ചായ എടുക്കാം. വേണ്ട സാർ. തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റൈറ്റ് ട്രാക്കിലല്ലായിരുന്നു, പിന്നെ തോറ്റി? ഞാനത് ക്ലോസ് ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കൊല്ലപ്പെട്ടത് എൻ്റെ കുഞ്ഞും കൂടെയാണല്ലോ. ചില കാര്യങ്ങൾ നേർവഴിയേക്കാൾ നല്ലത് അല്പം വളഞ്ഞ വഴിയാണ്. ഞാൻ അതുവഴി ഒന്ന് പോയി നോക്കി. സ്റ്റീഫനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നമ്മുടെ പ്ലാൻ ഇനി നടക്കില്ല അല്ലേ സാർ? എൻ്റെ പ്ലാൻ നടന്നു പിള്ളേച്ച. സാറാണല്ലേ സ്റ്റീഫന് വക്കാലത്ത് ഏർപ്പാടാക്കിയത്? പറ സാറേ, ഈ കേസിൽ സാറിൻ്റെ റോൾ എന്താ?
ആരായി ജോണി? വാട്ട് ദ ഹെൽ? തനിക്കെന്ത് ഭ്രാന്താണോ? താൻ എന്തൊക്കെയായി പറയുന്നത്? നീ പറയും. ഫാബിയൻ ജോൺ. ജോണിൽ നിന്നും ഫാബിയനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഡയമണ്ട് സ്മഗ്ലേഴ്സിന്റെ വിശ്വസനായ ഒരു സഹായി. അയാളുടെ കാരിയേഴ്സ് ഗർഭിണികളായിരുന്നു. Attention, ladies and gentlemen, we are approaching our destination. Kindly ഫ്ലൈറ്റ് ലാൻഡിംഗ് അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അവരൊരു മെഡിസിൻ കഴിക്കും. അതേ തുടർന്ന് അവർക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ക്യാബിൻ ക്രൂവിൻ്റെ ഫസ്റ്റ് എയ്ഡ് പരാജയപ്പെടുമ്പോൾ മെഡിക്കൽ എമർജൻസി എക്സിറ്റ് അനൗൺസ് ചെയ്യും. Stairways 1, 2, 3, medical emergency on board. Request priority and medical assistance on landing. ലാൻഡ് ചെയ്താലുടൻ ആ പേഷ്യൻറ്റിനെ എയർപോർട്ടിലുള്ള മെഡിക്കൽ എയ്ഡ് റൂമിലേക്ക് മാറ്റും. അവിടെയുള്ള ഡോക്ടർ ഫാബിയൻ്റെ സഹായിയാണ്. ഡയഗ്നോസിസ് പോലും ചെയ്യാതെ അവർക്ക് നേരത്തെ കരുതിയ ആൻറ്റിഡോട്ട് ഡോക്ടർ നൽകും. പിന്നീട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. അവിടെയുള്ള മെയിൽ നേഴ്സായിരുന്ന മാത്യുവിന് ഇതിൽ സംശയം തോന്നി. അയാൾ ആ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറി. ഫാബിയൻ്റെ അടുത്ത മൂവ്മെൻറ്റിനായി അവർ കാത്തുനിന്നു. പക്ഷേ അന്ന് അയാൾക്ക് കാരിയറായി ഉപയോഗിക്കേണ്ടി വന്നത് അയാളുടെ ജീവൻ്റെ ജീവനായ ആൻസി ആയിരുന്നു. എനിക്കവളെ വേണം വക്കീലെ. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്കവളെ വേണം. ഉബൈദിൻ്റെ അറസ്റ്റോടുകൂടി ആൻസിക്ക് ജാമ്യം കിട്ടി. പക്ഷേ എത്ര നാളത്തെ കാത്തിരിപ്പായിരുന്നു. ഞാൻ കാരണം ഇങ്ങനെ ഒന്നാവുമെന്ന് കരുതിയില്ല. എനക്കെന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? നമ്മുടേത് നമ്മൾ ആഗ്രഹിച്ച പോലെ മോളായിരുന്നു അല്ലേ? ഞാൻ ഡോക്ടർമാരോട് ഒരുപാട് തവണ ചോദിച്ചതാ എന്നെ ഒന്ന് കാണിക്കാൻ. പക്ഷെ അവളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു ജോണി? സുന്ദരിയായിരിക്കും അല്ലേ? നിനക്ക് ഓർമ്മയില്ലേ നമ്മളവൾക്ക് വേണ്ടിയിട്ട്
കണ്ടുവച്ച പേര്. ആൻസി പ്ലീസ്, നമുക്കെല്ലാം മറക്കാം. യെസ്, നമുക്കെല്ലാം മറക്കാം. നമുക്കെല്ലാം മറക്കാം. നമുക്കെല്ലാം. ആൻസി, ആൻസി, ആൻസി. പിന്നീട് ആ ഇൻഫോമറെ കണ്ടെത്തണമെന്ന് മാത്രമായിരുന്നു ഫാബിയൻ്റെ മനസ്സിൽ. അയാൾ പോകാത്ത വഴികളില്ല. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അയാളെ അവൻ കണ്ടെത്തി. നിനക്ക് ഞാൻ ആരാന്നറിയാമോ? എന്തിനാ വന്നേന്നറിയാമോ? കുറച്ച് നാളുകൾക്ക് മുന്നേ നിന്റെ ദൈവമായിരുന്നു ഞാൻ. നിനക്ക് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കി തന്ന നിന്റെ ദൈവം. ഇവള് സ്വന്താക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തേ? മോള് പേടിക്കണ്ട. അങ്കിളിനുണ്ടായിരുന്ന ഒരു മോള്
മോക്ക് വേണ്ടിയിട്ടാ മോളുടെ പപ്പ അങ്കിളുടെ മോളെ കൊന്നത്. മോള് പേടിക്കണ്ട, മോള് പേടിക്കണ്ട കേട്ടോ. നിനക്കിനെ നഷ്ടപ്പെടാനൊന്നുമില്ല, എനിക്കും. അവനെ ഞാൻ കണ്ടെത്തി, നമ്മുടെ കുഞ്ഞിനെ കൊന്നവനെ. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ആൻസിയോടെ എൻ്റെ മോനവിടെ. പീറ്റർ പ്ലീസ്, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ആരുടെ? ദൈവത്തിൻ്റെ. ആ ദൈവം എന്നോട് പുറത്തിട്ടുണ്ടാവും. ആ ഉറപ്പിന്മേലാണോ നീ ഇങ്ങോട്ട് വന്നത്? എൻ്റെ വരവ് നിന്റെ മരണം ഉറപ്പിക്കാൻ കൂടിയാണ്.
പക്ഷെ ഞാൻ പൊറുക്കില്ല. അന്വേഷണത്തിൽ കണ്ടെത്തിയ സാക്ഷിമൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി നിസ്സംശയം തെളിയുന്നു. ആകയാൽ ഈ കേസിലേക്ക് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ റിമാൻഡ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുതരണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. ഡിഫൻസ് രണ്ട് സാക്ഷികളെയും വിസ്തരിക്കുവാനായി അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാന്റഡ്. പോലീസ് സർജൻ, കോട്ടയം മെഡിക്കൽ കോളേജ്. വിക്ടിമിന്റെ മരണം 2019 നവംബർ 20 തന്നെയാണ് നടന്നതെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറയാനുള്ള കാരണം? ബോഡിയിൽ നിന്ന് ലഭിച്ച പുഴുക്കളുടെ പ്രായം നിർണയിച്ചും ബോഡിയുടെ തന്നെ ജീർണത കണക്കിലെടുത്തുമാണ് ബോഡിക്ക് 4 ദിവസം പഴക്കമുണ്ടെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അതായത് 2019 നവംബർ 24 കാണപ്പെട്ട ബോഡിക്ക് ശാസ്ത്രീയ പരിശോധനയിൽ 4 ദിവസത്തെ പഴക്കം അല്ലേ ഡോക്ടർ? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാളിയാർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PG സുകുമാരപിള്ള. ഇത് വിവരാവകാശ പ്രകാരം ലഭിച്ച കാളിയാർ പോലീസ് സ്റ്റേഷനിലെ 2019 നവംബർ 16 പരാതി രജിസ്റ്ററിന്റെയും GDയുടെയും കോപ്പിയാണ്. ശരിയല്ലേ? അതെ. ഈ കേസിലെ പ്രതിയായിരുന്ന പീറ്റർ അന്നത്തെ കാളിയാർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നിങ്ങൾക്ക് തന്ന പരാതി ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു അയാളുടെ പരാതി? അദ്ദേഹത്തിൻ്റെ KL 38C 1213 രജിസ്ട്രേഷൻ നമ്പറുള്ള എർട്ടിക കാർ 2019 നവംബർ 16 മോഷണം പോയെന്നായിരുന്നു. That's all, Your Honor. 2019 നവംബർ 20 ദുബായിൽ താമസിക്കുന്ന എബ്രഹാം മേഴ്സി ദമ്പതികളുടെ മകളായ അമലയുടെ 9ാമത്തെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മേഴ്സിയുടെ അമ്മയും സഹോദരനും 2019 നവംബർ 18 കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോയിരുന്നു. അവർ 2019 നവംബർ 27 തിരിച്ച് കേരളത്തിൽ എത്തിയത്. ആ ഫംഗ്ഷന്റെ ഫേസ്ബുക്ക് ലൈവ് എബ്രഹാമിന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എബ്രഹാമിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ലിങ്ക് ആണ്. ദയവായി പരിശോധിച്ചാൽ. ഭാഗ്യവശാൽ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ കക്ഷിയാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത മേഴ്സിയുടെ സഹോദരൻ. അന്നവർ സഞ്ചരിച്ച പാസ്പോർട്ടുകളാണിത്. മറ്റൊരു രാജ്യത്തൊരു ചടങ്ങിൽ പങ്കെടുത്തിരുന്ന എന്റെ കക്ഷി അതേ ദിവസം കേരളത്തിൽ ഒരു കൊലപാതകം നടത്തിയെന്ന വിചിത്രവാദമാണ് പ്രോസിക്യൂഷൻ ഇന്നിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ആകയാൽ എന്റെ കക്ഷിയെ കുറ്റവിമുക്തനാക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻകാല ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുത്തുകൊണ്ട് മാത്രം അയാളെ ഈ കേസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ കോടതി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഈ കേസിൽ
ഡയറക്റ്റ് സൂപ്പർവിഷൻ നടത്തണമെന്ന് ഈ കോടതി വിധിക്കുന്നു. സാർ, എൻ്റെ സർവീസ് റെക്കോർഡ് നോക്കി അറിയാൻ പറ്റും. ഞാൻ അന്വേഷിച്ച് തോറ്റിട്ടുള്ള കേസുകളില്ല. ഇവിടെയും എൻ്റെ അന്വേഷണം എല്ലാം ശരിയായിരുന്നു. ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഈ കേസിൽ സാധ്യതയുണ്ടോ സർ? താൻ എന്തോടെ ഈ പറയുന്നത്? തൻ്റെ പ്രശ്നം ടൈം ഓഫ് ഡെത്ത് അല്ലേ, കോസ് ഓഫ് ഡെത്ത് അല്ലല്ലോ. എനിക്കതിലെപ്പോഴും സംശയമുണ്ട് സാർ. 25 വർഷമായി ഞാൻ കയറി മുറിക്കുന്നു. തൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടാവും. സാർ, എപ്പോഴും ഇത്ര കോൺഫിഡൻ്റ് ആവുന്ന സ്ഥിതിക്ക് സർ, ഒരുപക്ഷെ അയാൾ നമ്മൾ രണ്ടുപേരെ ഒരേ സമയം മിസ്ലീഡ് ചെയ്തതാണെങ്കിൽ. ഫിലിപ്പിൻ്റെ ജോലി എന്താന്ന് പറഞ്ഞു? ആംബുലൻസ് ഡ്രൈവറാ. പിന്നെ ഒരു ചെറിയൊരു മോർച്ചറി യൂണിറ്റും കൂടി ഉണ്ട്. 2 ദിവസം ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ആ. ഫ്രീസർ ഓഫ് ആവരുത്. ആ. സാറ് പോയിട്ട് വാ സാറേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓർഗൻ സാമ്പിൾസിന്റെ ലാബ് റിസൾട്ട് എന്തായി? സർ, റിസൾട്ട് കിട്ടി. യാ, റീഡ് ഇറ്റ്. നെഗറ്റീവ് ആണ് സർ. പോയിസൺ ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കുറ്റം ചെയ്യാത്ത കുഞ്ഞുങ്ങളെങ്കിലും നിനക്ക് വെറുതെ വിടാൻ പാടില്ലായിരുന്നു. എൻ്റെ മകന് കിട്ടാത്ത ശ്വാസം ഞാൻ നിനക്ക് തരാൻ പോവാ. ഈ വായു നിന്റെ ഹൃദയത്തിലേക്ക് എത്തും. അത് നിന്റെ ഹൃദയത്തിന് താങ്ങാനാവില്ല. ഇത് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വാക്കാം.